ഹായ്, വാഴ 2 എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുന്നു. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് വാഴ 2 മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം തുടരും എന്ന സിനിമയായിരുന്നു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നത്. 100 കോടിക്ക് മുകളിൽ ആദ്യമായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത തുടരും എന്ന സിനിമ 119 കോടിയാണ് കേരളത്തിൽ നിന്ന് മൊത്തം കളക്ഷനായി നേടിയെടുത്തത്. ആ സിനിമയെ ലോക എന്ന സിനിമ മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റായി മാറി. ലോകയുടെ കളക്ഷൻ 122 കോടിയാണ്. ഇപ്പോൾ ലോകയെ മറികടന്ന് വാഴ 2 ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുന്നു. തീർച്ചയായും നല്ലൊരു കാര്യം. പുതിയ പുതിയ സിനിമകൾ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യട്ടെ. ഇപ്പോൾ 3 മലയാള സിനിമയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടിക്ക് മേലെ കളക്ഷനായി നേടിയിരിക്കുന്നത്. വാഴ 2 എന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഭേദപ്പെട്ട കളക്ഷനോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് വാഴ മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് വാഴ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വാഴയാണ് ഇപ്പോൾ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് തന്നെ പറയാം. പക്ഷേ വാഴയുടെ ഈ ഇൻഡസ്ട്രി ഹിറ്റ് അധിക ദൂരം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. കാരണം മെയ് 1 പാട്രിയറ്റ് റിലീസാണ്. 3 മണിക്കൂറിന് മേലെയാണ് സിനിമയുടെ ദൈർഘ്യം. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ആണ്, അതായത് 16+. നാളെ 9 മണിക്ക് സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കും. വലിയ രീതിയിലുള്ള ഒരു ബുക്കിംഗ് സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സിനിമ മികച്ചതായി കഴിഞ്ഞാൽ മലയാള സിനിമയിലെ സകല കളക്ഷൻ റെക്കോർഡും ഈ പറയുന്ന പാട്രിയറ്റ് മറികടക്കും എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ നേട്ടം സിനിമ കൊയ്യും. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വലിയ വിജയം സിനിമ നേടിയെടുക്കും. സിനിമ മികച്ചതായി കഴിഞ്ഞാൽ ഒരു മമ്മൂട്ടിയുടെയോ ഒരു മോഹൻലാലിൻ്റെയോ ഒരു ഫഹദിൻ്റെയോ സിനിമ വരുന്ന പോലെയല്ല, ഇവരെല്ലാവരും ഒരുമിക്കുന്ന സിനിമയാണ്. അധികം നെഗറ്റീവ് സിനിമയ്ക്ക് ഉണ്ടാവില്ല. അതായത് ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ അധികം ആരും ശ്രമിക്കില്ല എന്നുള്ളതാണ്. സിനിമ മികച്ചതായാൽ കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ നേട്ടം സിനിമ സ്വന്തമാക്കും. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും അതേ നേട്ടം സ്വന്തമാക്കും. അതായത് ഇൻഡസ്ട്രി ഹിറ്റ് പാട്രിയറ്റ് അങ്ങ് തൂക്കും എന്നുള്ളതാണ് സിനിമ മികച്ചതായി കഴിഞ്ഞാൽ. ഇനി പാട്രിയറ്റിന് തൂക്കാൻ പറ്റിയില്ല എങ്കിൽ മെയ് 21 മോഹൻലാലിന്റെ ദൃശ്യം 3 എന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ആ സിനിമ മികച്ചതായി കഴിഞ്ഞാൽ അതിന്റെ കളക്ഷൻ വേറെ ലെവലായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പാട്രിയറ്റ് മികച്ച സിനിമയായി കഴിഞ്ഞാൽ കിട്ടുന്ന കളക്ഷനേക്കാളും വലിയ കളക്ഷൻ ആയിരിക്കും ദൃശ്യം 3 മികച്ചതായി കഴിഞ്ഞാൽ. കാരണം ആ സിനിമ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. വേൾഡ് വൈഡ് കളക്ഷനിൽ വമ്പൻ റെക്കോർഡ് ആ സിനിമ നേടിയെടുക്കും. സിനിമ മികച്ചതായി കഴിഞ്ഞാൽ ഒരു ആവറേജ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും 100 കോടിയും 200 കോടിയും നിസ്സാരമായിട്ട് ഈ പറയുന്ന ദൃശ്യം 3 നേടിയെടുക്കും. സിനിമ റിലീസിന് മുൻപ് തന്നെ 200 കോടിക്ക് മുകളിലുള്ള ബിസിനസ് നടത്തി കഴിഞ്ഞു. അതായത് വാഴ 2ന്റെ ഇൻഡസ്ട്രി ഹിറ്റ് അധികം നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അത് അടുത്ത മാസം പാട്രിയറ്റ് അല്ലെങ്കിൽ ദൃശ്യം 3 മറികടക്കും എന്നുള്ളതാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം. ഇപ്പോൾ 2 സിനിമയ്ക്കും പോസിറ്റീവ് വന്നു എന്ന് വിചാരിക്കുക. പാട്രിയറ്റിനും ദൃശ്യം 3ക്കും പോസിറ്റീവ് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാഴയെ പിന്തള്ളി പാട്രിയറ്റ് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കും. പാട്രിയറ്റ് എന്ന സിനിമയെ പിന്തള്ളി ദൃശ്യം 3 ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കും. അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ 3 സിനിമകൾ ഇൻഡസ്ട്രി ഹിറ്റ് നേടും എന്നുള്ളതാണ്. എന്തായാലും എല്ലാ സിനിമകളും മികച്ചതാവട്ടെ, ഗംഭീര കളക്ഷൻ സിനിമകൾ നേടിയെടുക്കട്ടെ. മെയ് 1 പാട്രിയറ്റ് റിലീസ് ചെയ്യുന്നു. സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. നാളെ 9 മണിക്ക് സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കും. കേരളത്തിലെ ആദ്യ ഷോ 9:15 സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ കാത്തിരുന്ന് കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.